നല്ല സമാധാനം എനിക്കിപ്പോ, നല്ല സന്തോഷം. വാ, നീ വരുമെന്നറിഞ്ഞില്ലെങ്കിലും നിനക്കിഷ്ടപ്പെട്ട പുട്ടും കടലയാ ഇന്ന്. നിന്റെ കൂടെ ഇരുന്ന് ഒരു ദിവസമെങ്കിലും ഞങ്ങൾക്കും ഭക്ഷണം കഴിക്കാമല്ലോ. ഞാൻ എടുത്തു വെക്കാം. ശിവൻ, ശിവൻ തിരിച്ച് നാട്ടിലെത്തിയെന്ന് ഞാൻ അറിഞ്ഞു. അതുമാത്രമേ അറിഞ്ഞുള്ളൂ. പിന്നെയുണ്ട് ഒരുപാട് സംഭവങ്ങൾ. ഒക്കെ ഞാൻ അറിഞ്ഞു. ജീവിതത്തിന് എന്തെല്ലാം മുഖങ്ങളാണല്ലേ. അതൊക്കെ പോട്ടെ, ശിവനെന്താ ഇവിടെ? ഞാൻ വീട്ടിലൊന്ന് പോയി വരുന്ന വഴിയാ. ഓ, ഇപ്പൊ 2 വീടാണല്ലോ അല്ലേ? സ്വന്തം വീടും ഭാര്യ വീടും. ഒന്നോർത്താൽ നന്നായി, ഒരമ്മയുടെയും കുഞ്ഞിന്റെയും ശാപം പേറേണ്ടി വന്നില്ലല്ലോ ശിവന്. ചെയ്ത തെറ്റിന് ഒരു പ്രായശ്ചിത്വമായി. അറിഞ്ഞപ്പോ സന്തോഷം തോന്നി. ആ ചിരിയില് എന്തൊക്കെയോ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ? ഒരുപാട്. എന്റെ സ്വസ്ഥതയും സമാധാനവും എനിക്കിപ്പോ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എന്താ ശിവൻ, എന്തു പറ്റി? എന്തു പറയാൻ, ജീവിതം അങ്ങനെയാവുന്നു. പണ്ടത്തെ ദേവയാനി ശിവനുമായി നമുക്ക് സംസാരിക്കാം. എന്നോടെല്ലാം തുറന്നു പറയുന്ന ശിവൻ, പറയ, എന്താ പ്രശ്നം? പ്രശ്നം ജീവിതം തന്നെയാ. എല്ലാം ഉപേക്ഷിച്ചു പോയി ഞാൻ തിരിച്ചു വരുമ്പോൾ ഒരുപാടൊന്നുമില്ലെങ്കിലും കുറച്ചൊക്കെ പ്രതീക്ഷകളുണ്ടായിരുന്നു മനസ്സിൽ. ചെയ്തുപോയൊരു അപരാധത്തിന് പ്രായശ്ചിത്തം, പിന്നെ എല്ലാം മറന്ന് സ്വസ്ഥമായൊരു കുടുംബജീവിതം. പക്ഷെ ഇപ്പോൾ എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിപ്പോകുന്നു. കുഞ്ഞിൻ്റെ അച്ഛനെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ഒരു ശിവനെ, അതേ ആലീസിന് വേണ്ടിയിരുന്നുള്ളൂ. എന്നെ ഭർത്താവായി കാണാനോ അവൾക്കെൻ്റെ ഭാര്യയാവാനോ ഒരിക്കലും കഴിയില്ല ദേവയാനി. അതെ, ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ഇങ്ങനെ അനുഭവിച്ചു തീർക്കണമെന്നാവും ദൈവത്തിൻ്റെ വിധി. അതുവിട്, എന്നെങ്കിലും എല്ലാം ശരിയാവുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ എവിടെ വരെയായി ദേവയാനിയുടെ സിവിൽ സർവീസ് പ്രോഗ്രാം? പ്രിലിമിനറി എക്സാം കഴിഞ്ഞു, റിസൾട്ടിന് വെയിറ്റ് ചെയ്യാം. പ്രതീക്ഷിക്കാമോ അധികം വൈകാതെ ഒരു IAS കാരിയെ? സ്വപ്നം കാണാൻ പണച്ചെലവൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ആവശ്യത്തിന് കണ്ടുകൂട്ടുന്നുണ്ട്. ഒരുപാട് ആഗ്രഹിച്ചൊരു സ്വപ്നം ഞാനായിട്ട് തകർത്തില്ലേ, ഒരു എഴുത്തുകാരിയാവാനുള്ള മോഹം. അത് നന്നായെന്നേ എനിക്കിപ്പോൾ തോന്നുന്നുള്ളൂ.
ഞാൻ അന്ന് ശിവനോട് പറഞ്ഞല്ലോ, അതിൻ്റെ വിധി അതായിരുന്നു. അതിൻ്റെ പേരിലിപ്പോ എനിക്ക് ആരോടും ദേഷ്യമോ വൈരാഗ്യമോ ഒന്നുമില്ല. ഇപ്പൊ ശിവനോടൊന്നല്ല, എൻ്റെ ജീവിതത്തിൽ ആരോടുമില്ല ദേഷ്യവും വൈരാഗ്യവും ഒന്നും. ചെയ്യാത്ത തെറ്റിന് പോലും ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾക്കാ പലർക്കും ഞാനിപ്പോ ഒരു ശത്രു ആവുന്നത്. ഇപ്പതാ ആലിസിന്റെ ഡാഡിയെ കൊന്നതിന് പിന്നിൽ ഞാനുണ്ടെന്ന് പറഞ്ഞ് വില്യമിന്റെ വക ഭീഷണിയുണ്ട്. എന്തും ചെയ്യാൻ മടിക്കാത്തവനാ വില്യം, അറിയാലോ ശിവന്. ഞാനൊരു കാര്യം ആവശ്യപ്പെട്ട ശിവൻ സാധിച്ചു തരുമോ? എന്താ? അലക്സാണ്ടറുടെ കൊലപാതകത്തിന്റെ പേരില് ഞങ്ങളെല്ലാം വല്ലാതെ ക്രൂശിക്കപ്പെടുക. കല്യാണി ചേച്ചി ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പോലീസ് പിടിച്ചോണ്ട് പോയി. പിന്നെ കിച്ചുവിനെ ലോക്കപ്പിലിട്ട് മർദ്ദിച്ചു. അലക്സാണ്ടറിനോട് വിരോധം ഉണ്ടായിരുന്നവരെല്ലാം ആ സിഐ വിശ്വം വെറുതെ ഉപദ്രവിക്കുക. അന്വേഷണം വെറും പ്രഹസനമാവുന്നു. ഇങ്ങനെയായ കുറെ നിരപരാധികൾ ശിക്ഷിക്കപ്പെടുമെന്നല്ലാതെ ഒരിക്കലും ഈ കേസ് തെളിയില്ല. ഞാൻ എന്താ വേണ്ടെന്ന് ദേവയാനി പറഞ്ഞില്ല. കേസന്വേഷണം മറ്റാരെങ്കിലും ഏറ്റെടുക്കാൻ ഒരു സാഹചര്യം ഉണ്ടാവണം. അതിന് ശിവൻ ശ്രമിക്കണം. എങ്ങനെ? വില്യത്തിന്റെ വീട്ടുകാരെ കൊണ്ട് ക്രൈംബ്രാഞ്ചിലോ മറ്റോ ഉള്ള ഉന്നത ഉദ്യോഗസ്ഥരെ അന്വേഷണം ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു നിവേദനം കൊടുപ്പിക്കാൻ പറ്റിയ. അങ്ങനെ ചെയ്താൽ അന്വേഷണത്തിനൊരു പുരോഗതി ഉണ്ടാവും. യഥാർത്ഥ പ്രതികളെ പിടികൂടുകയും ചെയ്യാം. ശിവനൊന്ന് സംസാരിക്കൂ വില്യത്തിനോട്. എന്റെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ. എങ്കിലും ദേവയാനിക്ക് വേണ്ടി ഞാൻ സംസാരിച്ചു നോക്കാം. തനിക്ക് വേണ്ടി ഇത്രയെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. ഇവിടെ നിറങ്ങിയത് വീട്ടിലേക്ക് പോകുന്നു പറഞ്ഞല്ലേ? പോയത് അവളുമായി ശൃംഗരിക്കാനായിരുന്നു അല്ലേ? ദേവയാനെ വഴി വെച്ച് കണ്ടു, സംസാരിച്ചു. അതിലെന്താ കുഴപ്പം? എന്താ അതത്ര നിസ്സാരമാക്കി കളഞ്ഞത്? നിസ്സാരമായതുകൊണ്ട് തന്നെ. പക്ഷെ എനിക്ക് അതത്ര നിസ്സാരമായി തോന്നിയില്ല. അത് ആവശ്യമില്ലാതെ ഓരോന്ന് മനസ്സിൽ വിചാരിച്ചിട്ടാ. ഞാൻ വിചാരിക്കുന്നത് തെറ്റ്, പ്രവർത്തിക്കുന്നതല്ല അല്ലേ? അതെങ്ങനാ? അബദ്ധം പറ്റിയത് എനിക്കാ. അട്ടെ പിടിച്ച് മെത്തേ കെടുത്തിയാ അത് പൊട്ടക്കുളം തേടി പോവെന്ന് ഞാൻ ഓർത്തില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വിവാഹത്തിന് മുമ്പ് അവളുമായി പല ബന്ധങ്ങളും ഉണ്ടായിരുന്നിരിക്കാം. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. പക്ഷേ അതല്ലേ ഇനിയും തുടരാനാണ് ഭാവമെങ്കിൽ എനിക്ക് ചിലതെല്ലാം തീരുമാനിക്കേണ്ടി വരും. നീ വിചാരിക്കുന്ന പോലെ യാതൊരു ബന്ധവും ഞാനും അവളും തമ്മിലില്ല. എന്നിട്ടാണോ പട്ടാപ്പകൽ നട റോഡിൽ വെച്ച് വരെ ശൃംഗാരം? ആരും പറഞ്ഞു കേട്ടല്ലോ, നേരിൽ കണ്ടതല്ലേ ഞാൻ. നിനക്കറിയാലോ, ഞാനും അവളും തമ്മിൽ ശത്രുക്കളായിരുന്നു. പിന്നീട് ഇപ്പോഴാ സുഹൃത്തുക്കളായത്. അതിനപ്പുറമുള്ള ബന്ധമൊന്നും ഇന്ന് ഞങ്ങൾക്കിടയിലില്ല. ഇല്ലേ? അതിനപ്പുറം ഒന്നുമില്ലേ? അവളുടെ നോവലല്ലേ നാണോ ഇല്ലാതെ നീ നിന്റെ പേരിലേക്ക് മാറ്റിയത്? എന്നിട്ട് ഒരു ബന്ധവും ഇല്ലെന്ന്. അതെന്നെ കൊണ്ട് ചെയ്യിച്ചതാ. മരിച്ചുപോയ നിന്റെ ഡാഡി ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ വിളിച്ച് ചോദിക്കായിരുന്നു. ഒന്നും എനിക്ക് ആരെയും വിശ്വസിപ്പിക്കേണ്ട കാര്യമില്ല. മനസ്സുണ്ടെങ്കിൽ വിശ്വസിക്കേ. നീ അല്പമെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഞങ്ങൾ സംസാരിച്ച മറ്റൊന്നുമല്ല, നിന്റെ ഡാഡിയുടെ മരണത്തെക്കുറിച്ച് തന്നെയാ. ഏതെങ്കിലും ഉയർന്ന ഉദ്യോഗസ്ഥൻ അന്വേഷണം ഏറ്റെടുത്താലേ പ്രയോജനം ഉണ്ടാവുന്നും അതൊന്ന് വില്യമിനോട് സൂചിപ്പിക്കണമെന്നും അവള് പറഞ്ഞു.
അത് അവളെന്തിനാ പറയുന്നത്? കേസ് തെളിയിക്കേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ? അതെ, പക്ഷെ ആ CI വിശ്വം അവരെ കാര്യമില്ലാതെ ഉപദ്രവിക്കുന്നു. മറ്റാരെങ്കിലും അന്വേഷിച്ചാൽ... ഓ, അപ്പൊ അതാണ് കാര്യം. എന്റെ ഡാഡിയെ കൊന്നവരെ ചോദ്യം ചെയ്യുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? ഇവിടുന്നുണ്ടെന്ന ചോറിനുള്ള നന്ദി പോലും കാണിക്കാത്ത നീ ഒരു മനുഷ്യനാണോ? നിർത്തടി. നന്ദി പോലും. ഇവിടുന്ന് ഞാൻ ഉണ്ണുന്നതേ വലിഞ്ഞു കയറി വന്നിട്ടൊന്നും അല്ലല്ലോ. നീയൊക്കെ വിളിച്ചു വരുത്തി ഒരു സ്ഥാനം തന്ന് പ്രതിഷ്ഠിച്ചിട്ടല്ലേ? അതിന്റെ കണക്കൊന്നും നീ പറയണ്ട. പിന്നെ നേരത്തെ നീ പറഞ്ഞു അട്ടയെ പിടിച്ച് മെത്തയെ കിടത്തിയ അത് പൊട്ടക്കുളം തേടി പോകുന്നു. അങ്ങനെ പോയാ പിന്നെ ഒരു തിരിച്ചുവരവുണ്ടാവില്ല ഈ ശിവന്. അത് ഓർമ്മ വേണം. Shit. അല്ല ഇതാരാ? എന്ത് പോക്കാ മൂന്നേട്ടൻ പോയത്? അന്നൊന്നും പറയാതെയല്ലേ പോയി കളഞ്ഞത്? ഞാൻ 1-2 തവണ വീട്ടിലേക്ക് വിളിച്ചിരുന്നു. റിങ് ചെയ്യുന്നു, അല്ലാതെ എടുക്കുന്നില്ല. ഞാനൊന്ന് ഒറ്റപ്പാലം വരെ. മൂന്നേട്ടൻ ഇപ്പൊ ഒറ്റപ്പാലം യാത്ര കൂടെ കൂടെ ഉണ്ടല്ലോ. ആ, ഓരോരോ പ്രശ്നങ്ങളല്ലേ. ആ, ഇരിക്കും മൂന്നേട്ട. എന്താ മൂന്നേട്ട അന്ന് അങ്ങനെ പോയി കളഞ്ഞത്? പെട്ടെന്നൊരു തലവേദന പോലെ തോന്നി, അതാ. ഞാനങ്ങ് ഭയന്നുപോയി. എന്താ തനിക്കൊരു ക്ഷീണം പോലെ? അസുഖം വല്ലതും? ക്ഷീണം ശരീരത്തിനല്ല മുകുന്നിട്ട, മനസ്സിനാ. എന്താ പ്രശ്നം പെട്ടെന്ന്? പ്രശ്നം പെട്ടെന്നുണ്ടായതല്ല, കല്യാണിമോളുടെ കാര്യ. കഷ്ടം അതിന്റെ കാര്യം. വല്ലാത്തൊരു തലവരെയായിപ്പോയി അതിൻ്റെത്. സുഖു പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? അയക്കുടനെ 50,000 രൂപ വേണമെന്ന്. ഇവിടുത്തെ അവസ്ഥ മുകുന്ദേട്ടൻ അറിയാലോ. ഞാൻ എവിടെ നിന്ന് എടുത്തു കൊടുക്കും? ദേവുവിന്റെ കാര്യം നടത്തണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഓർത്തിരിക്കുക ഞാൻ. അതിന് അവള് കുറച്ചുകൂടെയൊക്കെ പഠിച്ചിട്ടല്ലേ കല്യാണാലോചന തുടങ്ങുന്നുള്ളൂ. പഠിപ്പിന്റെ കാര്യം തന്നെയാ. സിവിൽ സർവീസ്, IAS എന്നൊക്കെ കേൾക്കുമ്പോ സുഖമുള്ള കാര്യ. പക്ഷെ ലക്ഷങ്ങളാ ചെലവ്. ഞാൻ എവിടെ പോവും? ഈ വീടങ്ങ് വിറ്റിട്ടായാലും വേണ്ടില്ല, ഞാൻ അവളെ പഠിപ്പിക്കും. താൻ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. എന്തെങ്കിലും വഴികളൊക്കെ താനേ തെളിഞ്ഞു വരും. IASനൊക്കെ ആൾക്കാരെ സ്പോൺസർഷിപ്പിൽ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ദൈവത്തിന്റെ കയ്യിൽ അർപ്പിച്ച് ഞാനങ്ങോട്ട് മുന്നോട്ട് പോവുക. ചോദിക്കാമെന്നോ അതല്ല. സുഖു പണം ചോദിച്ച കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഒന്നും ആലോചിക്കാതെ അടുത്ത ആഴ്ച കൊടുക്കാമെന്ന് ഞാനങ്ങ് പറയുകയും ചെയ്തു. അടുത്ത ആഴ്ചത്തേക്ക് മറിക്കാൻ ഒരു 50,000 രൂപ ഉണ്ടാവും മൂന്നേട്ടന്റെ കയ്യില്. അടുത്ത മാസം എന്റെ ഒരു FD മെച്ചുറാവും. അപ്പൊ തിരിച്ചെടുക്കാം. താൻ എന്താ മെന്നെ ഒരു അന്യനെ പോലെ സംസാരിക്കുന്നത്? തിരിച്ചു തരുന്ന തീയതിയും മാസമൊക്കെ പറഞ്ഞിട്ട് വേണം എന്നോട് പണം ചോദിക്കാൻ. താൻ ഒരു കാര്യം ചെയ്യേ, നാളെ തന്നെ സുഖൂരോട് വരാൻ പറയുക. കാശ് നോക്കി കൊടുക്കാം. എന്റെ ഈശ്വര, സമാധാനായി. സത്യം പറഞ്ഞ തീയായിരുന്നു മനസ്സില്. പിന്നെ ഒരു തീ അണയുമ്പോ മറ്റൊരു തീ പടർന്നു തുടങ്ങുന്ന ജീവിതമാണല്ലോ എന്റേത്. ഇത്രയും ദിവസം ഒറ്റ കഞ്ഞിവെപ്പ് ഒതുക്കുമായിരുന്നു എൻ്റെ അടുക്കളപ്പണി. വെറുതെ ഇതിനകത്ത് കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് ആർക്ക് കഴിക്കാനാ? അമ്മയാണെങ്കിൽ 2 സ്പൂൺ കഞ്ഞി കഴിച്ചാലായി, ഇല്ലേലായി. നിർബന്ധിച്ച കുറച്ചുകൂടെ കഴിക്കും. ആര് നിർബന്ധിച്ച? മോള് നിർബന്ധിച്ച ചിലപ്പോ കഴിക്കുമായിരിക്കും. ഞാൻ സ്പൂണ് നീട്ടിക്കൊണ്ട് അടുത്ത് ചെന്നാ വായൊന്ന് തുറക്കണ്ടേ? പാവം, ഉള്ളു നീര് പുകയുമ്പോ അതൊന്ന് പുറത്തറിയിക്കാൻ നാവിനെങ്കിലും ശേഷി കൊടുത്താൽ മതിയായിരുന്നു ഈശ്വരൻ. ഒക്കെ ശരിയാവും മോളെ. 1 കൊല്ലത്തിനുള്ളിൽ അമ്മ എഴുന്നേൽപ്പിച്ച് നടത്താന്നല്ലേ വൈദ്യര് പറഞ്ഞത്? ഞാൻ നോക്കാം. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. ഉള്ളു നീര് പുകയുമ്പോ അതൊന്ന് പുറത്തറിയിക്കാൻ നാവിനെങ്കിലും ശേഷി കൊടുത്താൽ മതിയായിരുന്നു ഈശ്വരൻ. ഒക്കെ ശരിയാവും മോളെ. 1 കൊല്ലത്തിനുള്ളിൽ അമ്മ എഴുന്നേൽപ്പിച്ച് നടത്താന്നല്ലേ വൈദ്യര് പറഞ്ഞത്? ഞാൻ നോക്കാം.
ഇവിടെ ഉണ്ടായിരുന്നോ? മോൾ എന്നാ വന്നത്? കുറച്ചു ദിവസമായി. ഗോപാലകൃഷ്ണൻ വരൂ. ഇരിക്കും. ആയിക്കോട്ടെ. എങ്ങനെയുണ്ട് പഠിപ്പൊക്കെ? നന്നായി പോകുന്നു. ഇങ്ങനെ പഠിച്ചും പാസ്സായി മാത്രം നടന്നാ മതിയോ? ബാക്കി കാര്യങ്ങളോട് നോക്കണ്ടേ? അത് ഓർമ്മയുണ്ട് ഗോപാലകൃഷ്ണേട്ടാ. അധികം വൈകാതെ തന്നു തീർക്കാം. അടുത്തയാഴ്ച കുറച്ച് പൈസ കിട്ടും. പക്ഷെ അത് വർക്കിച്ചേട്ടന് കൊടുക്കാന്ന് പറഞ്ഞുപോയി. പൈസയുടെ കാര്യം ഇവിടെ ആര് ചോദിച്ചു? മോടെ കൈ പൈസ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചത് തരുമെന്ന് എനിക്കറിയില്ലേ? ഞാനിപ്പോ വന്നത് കഴിഞ്ഞ ആഴ്ച വന്നപ്പോ കുഞ്ഞമ്മ ഒന്ന് സൂചിപ്പിച്ചു, ആലോചന വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേന്ന്. തൃശ്ശൂർന്നൊരു ആലോചനയുണ്ട്. ചെക്കന് പ്രൈവറ്റ് ബാങ്കിലാ ജോലി. അത്യാവശ്യം സാമ്പത്തികമുള്ള കുടുംബമാ. ഒറ്റ മോനാ. വലിയ കണ്ടീഷൻ ഒന്നും പറഞ്ഞില്ല. അത്യാവശ്യ സൗന്ദര്യവും നല്ല വിദ്യാഭ്യാസം ഉണ്ടാവണം കുട്ടിക്ക്. ഇവിടുത്തെ കാര്യം ഞാനൊന്ന് സൂചിപ്പിച്ചു. അവർക്ക് താല്പര്യ. കല്യാണാലോചന എനിക്കാണോ? അല്ലാതെ പിന്നെ ഈ പ്രായത്തിൽ ഇനി കുഞ്ഞമ്മയ്ക്ക് ആലോചിക്കാൻ പറ്റുമോ? എന്താ കുഞ്ഞമ്മ ഇത്? ആരോട് ചോദിച്ചിട്ടാ ഇതൊക്കെ? വേണ്ട ഗോപാലകൃഷ്ണേട്ടാ, ഇപ്പൊ ഒരു ആലോചന ഇവിടെ വേണ്ട. നടക്കില്ല. ഗോപാലകൃഷ്ണേട്ടന് അറിയാലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഇപ്പോഴത്തെ അവസ്ഥയില് ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞ വേണ്ട. ഈ ഗ്രീഷ്മമോൾ എന്താ ഈ പറയുന്നേ? ഒന്ന് കേൾക്കാൻ പോലും നിൽക്കാതെ. അത് ഞാൻ അവളോട് ആലോചിക്കാതെ ഇങ്ങനൊരു കാര്യം ഗോപാലകൃഷ്ണനോട് പറഞ്ഞത്. അതിനിപ്പോ എന്താ ഒരു തെറ്റ്? ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നന്നായി അറിയാവുന്ന ആളല്ലേ ഞാൻ. അതുകൊണ്ടാ ഇങ്ങനൊരു ആലോചന വന്നപ്പോ ഞാൻ ആദ്യം ഇങ്ങോട്ട് തന്നെ വന്നത്. നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു ബന്ധം ഇത്. എന്തുകൊണ്ടും അത് വെറുതെ ഇല്ലാതാക്കരുത്. ഞാൻ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ഗോപാലകൃഷ്ണ. ഒരു 2-3 ദിവസത്തെ സാവകാശം തരണം. ഒരാഴ്ച വേണമെങ്കിൽ എടുത്തോളൂ. ഇത് മറ്റൊരു കൈമറിയാതെ ഞാൻ നോക്കിക്കോളാം. ഗ്രീഷ്മമോളുടെ കാര്യമായതുകൊണ്ട് എനിക്ക് നോക്കിയല്ലേ പറ്റൂ. വരട്ടെ. മോളെ, ഗോപാലകൃഷ്ണൻ പറയുന്നതിലും കാര്യമില്ലേ? ഗോപാലകൃഷ്ണൻ പറയുന്നതിലോ കുഞ്ഞമ്മ പറയുന്നതിലോ? എന്നോടൊന്ന് ചോദിക്കായിരുന്നില്ലേ കുഞ്ഞമ്മയ്ക്ക്? മോളെ, അത് വേറൊന്ന് വിചാരിച്ചല്ല. ഇന്ന് നടക്കുമെന്നോ എന്ന് നടക്കുമെന്നോ ഒന്നും ആലോചിച്ചല്ല. അങ്ങനെ ഒരു ആഗ്രഹം തോന്നി. എന്നായാലും വേണ്ടതല്ലേ? ഇപ്പോ തന്നെ വൈകി. വൈകട്ടെ, എത്ര വേണമെങ്കിലും വൈകട്ടെ എന്ന് കരുതി എടുത്ത തീരുമാനങ്ങളൊന്നും വേണ്ടെന്ന് വെക്കാൻ ഞാൻ തയ്യാറല്ല. എന്ത് തീരുമാനമാണ്? അമ്മയുടെ അവസ്ഥ അറിയാലോ. എത്രയും പെട്ടെന്ന് മോൾക്കൊരു തുണ വേണോന്നേ കുഞ്ഞമ്മ ആഗ്രഹിച്ചുള്ളൂ. മോളുടെ കല്യാണം നടക്കണമെന്നും ഒരു നല്ല കുടുംബജീവിതം ഉണ്ടാകണമെന്നും അമ്മയ്ക്ക് കാണില്ലേ ആഗ്രഹം. അതിങ്ങനെ സമയമായിട്ടില്ലെന്നും പറഞ്ഞ് ഇനി ഇങ്ങനെ നീട്ടരുത്. എനിക്കൊരു ജീവിതം ഉണ്ടാവാൻ കുഞ്ഞമ്മ എത്രത്തോളം ആഗ്രഹിക്കുന്നോ അതുപോലെ ഞാനും ആഗ്രഹിക്കുന്നുണ്ടൊരു കാര്യം. എനിക്കൊരു വിവാഹം ഉണ്ടാവുമെങ്കിൽ അന്ന് അവിടെ എൻ്റെ അച്ഛനുണ്ടാവണം.